നമ്മളിപ്പോൾ കോമ്പിനേഷൻസ് എങ്ങനെ പ്രോബബിലിറ്റിയിൽ യൂസ് ചെയ്യാമെന്ന് പഠിച്ചു. ഇനി അതിലെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത്. എങ്ങനെ കോമ്പിനേഷൻസ് യൂസ് ചെയ്യും, എപ്പോൾ യൂസ് ചെയ്യുന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. പ്രോബബിലിറ്റിയിൽ ഒന്നിൽ കൂടുതൽ സെലക്ഷൻ വരുമ്പോൾ നമ്മളെപ്പോഴും കോമ്പിനേഷൻസ് യൂസ് ചെയ്തിട്ടാണ് സോൾവ് ചെയ്യുക. അതിലെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരൊറ്റ ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് ജസ്റ്റ് വർക്കൗട്ട് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. There are exactly 4 men and 3 women. Find the probability of selecting 3. അതായത് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് 4 പുരുഷന്മാരും 3 സ്ത്രീകളും ഉണ്ട്. അതായത് ടോട്ടൽ 7 പേരിൽ 4 പേര് പുരുഷന്മാരും 3 സ്ത്രീകളുമാണ്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് 3 ഓഫ് വിച്ച്. അതായത് നമ്മൾ ഇതിന്ന് 3 പേരെയാണ് സെലക്ട് ചെയ്യുന്നത്. ഒരാളെ അല്ല സെലക്ട് ചെയ്യുന്നത്, 3 പേരെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോഴാണ് നമ്മൾ കോമ്പിനേഷൻ യൂസ് ചെയ്യുക അല്ലേ. 3 പേരെ സെലക്ട് ചെയ്യുമ്പോൾ ആ സെലക്ഷൻ എക്സാക്ട്ലി 2 വുമൺ ആവാൻ, നോ വുമൺ ആവാൻ, അറ്റ്ലീസ്റ്റ് 1 വുമൺ, അറ്റ്ലീസ്റ്റ് 2 വുമൺ, അറ്റ് മോസ്റ്റ് 2 വുമൺ. ഈ കേസസ് വരാനുള്ള പ്രോബബിലിറ്റീസ് എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഓരോന്നെടുത്ത് ചെയ്യുന്നതിന് മുന്നേ ആദ്യം നമ്മൾ അറിയേണ്ട ഒരു ചെറിയ പോർഷൻ എന്താ വെച്ചാൽ, ഒരു ചെറിയ നോട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, probability of selecting at least 1 is equal to 1 minus probability of selecting none. ഇനി നമുക്ക് ഈ ഒരു കേസ് വെച്ചിട്ട് തന്നെ നമുക്ക് പറയാം. probability of selecting at least 1 woman എന്നായിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ ചോദിച്ചിട്ടുണ്ട്, പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് അറ്റ്ലീസ്റ്റ് 1 വുമൺ. വാട്ട് ഇസ് എ പ്രോബിലിറ്റി? അതായത് 4 men and 3 women 3 പേരെ സെലക്ട് ചെയ്യുമ്പോൾ വാട്ട് ഇസ് എ പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് അറ്റ്ലീസ്റ്റ് 1 വുമൺ? അപ്പോൾ probability of selecting at least 1 woman is equal to 1 minus probability of selecting no woman. ഇങ്ങനെ ചെയ്താൽ മതി. നമുക്ക് probability of selecting at least 1 woman എന്താണെന്ന് ചോദിച്ചാൽ നമ്മളത് ഇൻഡിവിജ്വലി ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, എളുപ്പത്തിൽ 1 minus probability of selecting no woman എന്ന് ചെയ്താൽ മതി. അതെന്താ കാരണം? ഈ പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് അറ്റ്ലീസ്റ്റ് 1 വുമൺ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അറ്റ്ലീസ്റ്റ് 1 വുമൺ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ 3 പേരെ സെലക്ട് ചെയ്യാണ് അല്ലെ. ആ 3 പേര് അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം മിനിമം എന്നാണ്. ഓക്കെ, അത് എപ്പോഴും ഓർക്കണം. അറ്റ്ലീസ്റ്റ് എന്ന് ക്വസ്റ്റ്യനിൽ കണ്ടാൽ അതിനർത്ഥം മിനിമം എന്നാണ്. ഓക്കെ, അറ്റ്മോസ്റ്റ് എന്ന് കണ്ടാൽ അതിനർത്ഥം മാക്സിമം എന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ചോദ്യം മിനിമം 1 വുമൺ. നമ്മൾ സെലക്ട് ചെയ്യുന്ന 3 പേരിൽ മിനിമം 1 വുമൺ എങ്കിലും ഉണ്ടായിരിക്കണം. അതിനർത്ഥം ഒന്നെങ്കിൽ 1 വുമണും ബാക്കി 2 മെന്നും നമുക്ക് സെലക്ട് ചെയ്യാം. ആ കേസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ 2 വുമണും 1 മെന്നായാലും മിനിമം 1 വുമൺ ഇല്ലേ, അങ്ങനെയാവാം. അല്ലെങ്കിൽ 3 വുമൺ ഉള്ള കേസാണെങ്കിലും മിനിമം എന്തുണ്ട്, 1 വുമൺ ഉണ്ട്. ഓക്കെ, അപ്പൊ ആ 3 കേസാണ് ഇവിടെ വരിക അല്ലെ. ഒന്നെങ്കിൽ 1 വുമൺ, അല്ലെങ്കിൽ 2 വുമൺ, അല്ലെങ്കിൽ 3 വുമൺ. ഓക്കെ, ഇനി പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് നോ വുമൺ എന്ന് പറഞ്ഞാലോ, പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് നോ വുമൺ എന്ന് പറഞ്ഞാൽ 1 വുമണും ഇല്ല, അതായത് 3 പേരും മെന്നാണ് അല്ലെ. പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് നോ വുമൺ എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന 3 പേരും എന്താണ്, മെന്നാണ്. ഓക്കെ, അപ്പൊ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഇത് രണ്ടും ഓപ്പോസിറ്റ് കേസുകളാണ് അല്ലെ. പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് അറ്റ്ലീസ്റ്റ് 1 വുമൺ ആൻഡ് പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് നോ വുമൺ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് കേസാണ്. ഓക്കെ, ഒന്നാമത് രണ്ടും ഒരുമിച്ച് നടക്കുന്ന കേസുകളല്ല, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. നമ്മൾ ഹെഡും ടെയിലൊക്കെ മറ്റേ എക്സാമ്പിൾ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു മ്യൂച്വലി എക്സ്ക്ലൂസീവ്, അതായത് ഒന്ന് നടന്നാൽ മറ്റേത് ഒരിക്കലും അതിന്റെ കൂടെ തന്നെ നടക്കില്ല. അത്തരം കേസുകളാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് കേസ് എന്ന് പറയുക. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് അറ്റ്ലീസ്റ്റ് 1 വുമൺ ആൻഡ് പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് നോ വുമൺ, ഇത് രണ്ടും ഒരുമിച്ച് നടക്കുമോ? ഇല്ല അല്ലെ. രണ്ടും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. ഒന്നെങ്കിൽ 1 വുമണെ പോലും സെലക്ട് ചെയ്യില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ 1 വുമണെയും നമ്മൾ സെലക്ട് ചെയ്യില്ല, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്തുണ്ടാവും, മിനിമം 1 വുമണെയെങ്കിലും നമ്മൾ സെലക്ട് ചെയ്യും. അത് മാത്രമല്ല എക്സോസ്റ്റീവുമാണ്. അതായത് ഇത് രണ്ടും കൂടി ചേർന്നാൽ നമ്മുടെ ടോട്ടൽ എക്സ്പെരിമെന്റിന്റെ എല്ലാ ഔട്ട്കംസും വരും അല്ലെ. ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങൾ ഒന്നെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് നോ വുമൺ എന്ന് പറഞ്ഞാൽ 3 ആണുങ്ങൾ, 3 മെൻ. ഓക്കെ, സെലക്ട് ചെയ്യുന്ന 3 പേരും 3 ആണുങ്ങൾ. ഓക്കെ, പിന്നെ പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് അറ്റ്ലീസ്റ്റ് 1 വുമൺ എന്ന് പറഞ്ഞാൽ 1 വുമണും 2 മെന്നും, 2 വുമണും 1 മെന്നും, അല്ലെങ്കിൽ 3 വുമൺ. ഇങ്ങനെ 3 കേസാണ്. ഇത് 4ഉം കൂടി, അതായത് ഇതിന്റെ 3 കേസും ഇതിന്റെ ഈ പറയുന്ന ഒരു കേസും, ഇത് 4ഉം കൂടി ചേർന്നാൽ നമ്മുടെ ടോട്ടൽ എക്സ്പെരിമെന്റിന്റെ എല്ലാ ഔട്ട്കംസും ആയില്ലേ. ഈ പറയുന്ന 3 പേരെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇത്രയും 4 men and 3 women ഇങ്ങനെയുള്ള ഒരു കോമ്പിനേഷന് നമ്മൾ 3 പേരെ സെലക്ട് ചെയ്യുമ്പോൾ 4 കേസേ നമുക്കതിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. എങ്ങനെയാണ്? ഈ സെലക്ട് ചെയ്യുന്ന 3 പേരിൽ ഒന്നെങ്കിൽ 3 പേരും ആണുങ്ങളാവും അല്ലെ, അല്ലെങ്കിൽ ഒരാണും ബാക്കി 2 പെണ്ണും അല്ലെ, അല്ലെങ്കിൽ 2 ആണും 1 പെണ്ണും,
അല്ലെങ്കിൽ 3 പെണ്ണുങ്ങളാവും. ഓക്കെ, അതിലെ 3 കേസും ഇവിടെ സംഭവിക്കുന്നു, ഒരു കേസ് ഇവിടെയും സംഭവിക്കുന്നു. അല്ല, ആ 4 കേസിൽ 3 ഇവിടെ സംഭവിക്കുന്നു, 1 ഇവിടെ സംഭവിക്കുന്നു. അതായത് ഇത് രണ്ടും കൂടി ചേർന്നാൽ നമ്മുടെ ടോട്ടൽ എക്സ്പെരിമെന്റിന്റെ എല്ലാ ഔട്ട്കംസും വരും. അത് മാത്രമല്ല, ഇത് രണ്ടും ഒരുമിച്ച് നടക്കൂല. അപ്പൊ ഇത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് കേസസ് ആണ്. ഇങ്ങനെ 2 കേസ് വന്നാൽ, അതായത് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 കേസുകൾ, ഓക്കെ, അങ്ങനെ വന്നാൽ നമുക്ക് പ്രോബബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഏതെങ്കിലും ഒന്നിന്റെ പ്രോബബിലിറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ദി അതർ വൺ, അത് ചെയ്താൽ മതി. അപ്പൊ ഇതിൽ ഏറ്റവും എളുപ്പം പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് നോ വുമൺ കണ്ടുപിടിക്കാനാണ്. അത് കണ്ടുപിടിച്ചിട്ട് 1 മൈനസ് ദാറ്റ് ചെയ്താൽ പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് അറ്റ്ലീസ്റ്റ് 1 കിട്ടും. അല്ലെ, അത് ലോജിക്കലി ചിന്തിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഈ പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് അറ്റ്ലീസ്റ്റ് 1 വുമൺ എന്ന് പറയുന്നത് ഈ ടോട്ടൽ, എപ്പോഴും പ്രോബബിലിറ്റിയുടെ ടോട്ടൽ എന്താ പറയാ, ഇതെന്തായിരിക്കും, മാക്സിമം പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും 1 ആവുള്ളൂ. മാക്സിമം പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 ആണ്. ആ 1ൽ നിന്ന് പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് നൺ ചെയ്താൽ മൈനസ് ചെയ്താൽ മതി. കാരണം ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചേർന്നതാണ് നമ്മുടെ ടോട്ടൽ എക്സ്പെരിമെന്റിന്റെ ഔട്ട്കംസ് എന്ന് പറയുന്നത്. അത് എക്സോസ്റ്റീവ് ആയതുകൊണ്ട് തന്നെ. അത് മാത്രമല്ല, ഇത് രണ്ടും ഒരുമിച്ച് നടക്കൂല, രണ്ടും ഓപ്പോസിറ്റ് കേസുകളാണ്. ഒന്ന് നടന്നാൽ മറ്റേ നടക്കില്ല. ഒരു വുമണെ പോലും സെലക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ അറ്റ്ലീസ്റ്റ് ഒരു വുമണെങ്കിലും സെലക്ട് ചെയ്യാന്ന് പറയുന്ന കേസ് നടക്കില്ല. എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 കേസുകളാണ്. ഓക്കെ, ഇത് നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. എന്താ പറയാ, പ്രോബബിലിറ്റിയിൽ. അപ്പൊ ഇതിങ്ങനെ തന്നെ നമ്മൾ പഠിച്ചു വെക്കുക. പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനിൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ, ഇപ്പൊ ഇതിന് മെൻ ആൻഡ് വുമണിന്റെ പകരം ഇതിപ്പോ നമുക്ക് ബാഗ് ആൻഡ് ബാഗ് ഓഫ് ബോൾ ആണെങ്കിലും പിന്നെ അല്ലെങ്കിൽ പാക്ക് ഓഫ് കാർഡ്സ് ആണെങ്കിലും ഒക്കെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നത് പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദെം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് നൺ ഓഫ് ദെം. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പം. ഇനി നമുക്ക് ഓരോ പോയിന്റ് എടുത്തിട്ട്, ഓരോ സബ് പോയിന്റ്സ് എടുത്തിട്ട് കൃത്യമായിട്ട് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പൊ ഫസ്റ്റ് വൺ എന്താ പറയുന്നത്, probability of selecting, find the probability of selecting 3 of which exactly 2 are women. ഓക്കെ, അതായത് ഈ പറയുന്ന 3 പേരിൽ എക്സാക്ട്ലി 2 വുമൺ ഉണ്ടാവാനുള്ള പ്രോബിലിറ്റി എന്താണ്? ഇത് വളരെ സിമ്പിൾ ആണ്. എക്സാക്ട്ലി 2 വുമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, എങ്ങനെയായിരിക്കും വരിക? 3 പേരിൽ വി വിൽ ബി സെലക്ടിങ് 2 വുമൺ ആൻഡ് 1 മാൻ. അല്ലെ, എക്സാക്ട്ലി 2 വുമൺ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് 2 സ്ത്രീകൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെ വരുമ്പോൾ കറക്റ്റ് 2 വുമൺ ആൻഡ് 1 മാൻ ഈ കോമ്പിനേഷനിലാണ് നമുക്ക് കിട്ടുക. അല്ലെ, അപ്പൊ അതിന്റെ പ്രോബിലിറ്റി എന്താണ്? പിന്നെ നമുക്ക് കോമ്പിനേഷൻ ഇത് എഴുതി കിട്ടിയാൽ നമുക്ക് കോമ്പിനേഷൻ യൂസ് ചെയ്തിട്ട് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാം. എങ്ങനെയാണ്? വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് 2 വുമൺ? പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് 2 വുമൺ ടോട്ടൽ 3 ആണ്. 3 വുമൺ ആണല്ലോ, അപ്പൊ 3C2. ഓക്കെ, പിന്നെ ആൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ആൻഡ് എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഓൾവേസ് മൾട്ടിപ്ലൈഡ് ബൈ 1 മാൻ. 1 മാന്റെ പ്രോബിലിറ്റി എന്താണ്? 4C1 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയുണ്ട്? 4 + 3 7. നമ്മൾ എത്ര പേരെ സെലക്ട് ചെയ്യുന്നു? 3. 7C3 which is equal to 12/35. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് 12/35 കിട്ടും. ഓക്കെ, ഇനി അടുത്ത കേസ് നോ വുമൺ. വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് എക്സാക്ട്ലി നോ വുമൺ? ഒറ്റ വുമൺ പോലും ഇല്ല. ഒറ്റ വുമൺ പോലും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും? 3 പേരും എന്തായിരിക്കും? മെൻ ആയിരിക്കും. അല്ലെ, ഒരു വുമണെ പോലും ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ സെലക്ട് ചെയ്യുന്ന 3 പേരും മെൻ ആയിരിക്കും. സോ പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് 3 മെൻ ആണ്. അതും സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. എത്ര മെനുണ്ട് ടോട്ടൽ? 4 മെൻ. സോ 4C3 ഡിവൈഡഡ് ബൈ 7C3 ചെയ്താൽ നമുക്ക് പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് നോ വുമൺ കിട്ടി. ഓക്കെ, ഇനി അടുത്ത കേസ് നോക്കൂ. പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് അറ്റ്ലീസ്റ്റ് 1 വുമൺ. അറ്റ്ലീസ്റ്റ് 1 വുമൺ എന്നുള്ള കേസ് നമ്മൾ പറഞ്ഞു. എന്തിന്റെയും പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദം എന്ന് പറഞ്ഞാൽ 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് നൺ ഓഫ് ദം ചെയ്താൽ മതി. കാരണം ഇത് ഓപ്പോസിറ്റ് കേസുകൾ ആയതുകൊണ്ട്, എക്സോസ്റ്റീവ് ആയതുകൊണ്ടും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്താൽ മതി? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് നോ വുമൺ. 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് നോ വുമൺ, അതായത് 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് നോ വുമൺ നമ്മളിവിടെ ചെയ്തു 4/35. സോ 1 മൈനസ് 4/35 ചെയ്യുമ്പോൾ 31/35 നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടും. ഇതല്ലാണ്ടെയും സോൾവ് ചെയ്യാം പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് അറ്റ്ലീസ്റ്റ് 1 വുമൺ. അതെങ്ങനെയാ ഞാൻ പറയാം. ഇനി അടുത്ത കേസ് പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് അറ്റ്ലീസ്റ്റ് 2 വുമൺ. ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് 1 വന്നാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് നൺ എന്ന് പറഞ്ഞ് ചെയ്യുള്ളൂ. കാരണം ഇത് രണ്ടും മാത്രമേ ഓപ്പോസിറ്റ് കേസുകളുള്ളൂ. പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് അറ്റ്ലീസ്റ്റ് 2 വുമൺ എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലാണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, അതെന്തുകൊണ്ടാ? അറ്റ്ലീസ്റ്റ് 2 വുമൺ എന്ന് പറയുമ്പോൾ കേസസ് എന്തൊക്കെയാ? അറ്റ്ലീസ്റ്റ് 2 വുമൺ, അതായത് മിനിമം 2 വുമൺ എന്ന് പറഞ്ഞാൽ 2 കേസ് ഉണ്ടാവുക. എന്തൊക്കെയാണ്? ഒന്ന് 2 വുമണും 1 മാനും. ഓക്കെ, സെലക്ഷനിൽ. അല്ലെങ്കിൽ 3 വുമൺ.
ഇങ്ങനെ 2 കേസേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഒരു വുമണും ബാക്കി 2 മെൻ എന്ന് പറയുന്ന കേസ് അവിടെ സംഭവിക്കുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പറയുന്ന പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് നൺ ആൻഡ് പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് അറ്റ്ലീസ്റ്റ് 2 വുമൺ എക്സോസ്റ്റീവ് ആവില്ല. എല്ലാം കൂടി ഇതിന്റെ പ്രോബിലിറ്റിയും ഈ പറയുന്ന പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് നണ്ണിന്റെ പ്രോബിലിറ്റിയും കൂടി ചേരുമ്പോൾ നമുക്ക് മൊത്തം എക്സ്പെരിമെന്റിന്റെ എല്ലാ ഔട്ട്കംസും നമുക്ക് അവിടെ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ അല്ലാണ്ട് തന്നെ സോൾവ് ചെയ്യണം. സോ പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് അറ്റ്ലീസ്റ്റ് 2 വുമൺ എന്താണ്? വിച്ച് ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് അറ്റ്ലീസ്റ്റ് 2 വുമൺ എന്ന് പറഞ്ഞാൽ 2 കേസാണ് ഉണ്ടാവുക. എന്താണ്? പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് either 2 വുമൺ ഓർ 3 വുമൺ അല്ലെ? പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് 2 വുമൺ ഓർ 3 വുമൺ. ഒന്നെങ്കിൽ നമ്മൾ 2 വുമൺ, അറ്റ്ലീസ്റ്റ് 2 വുമൺ എന്ന് പറഞ്ഞാൽ മിനിമം 2 വുമൺ ഉണ്ടാവണം എന്നേ പറയുന്നുള്ളൂ അല്ലെ? അപ്പൊ 3 ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഒന്നെങ്കിൽ 2 വുമൺ ആൻഡ് 1 മാൻ, ഓർ അല്ലെങ്കിൽ 3 വുമൺ. ഓക്കെ, ഈ കേസ് അല്ലെങ്കിൽ 3 വുമൺ, 3 വുമൺ ആവാം. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഒന്നും കൂടി എടുത്തെഴുതുമ്പോൾ പ്രോബിലിറ്റി ഓഫ് 2 വുമൺ എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് 2 വുമൺ ആൻഡ് 1 മാൻ ആണ് അല്ലെ? പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് 2 വുമൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് 3 പേരല്ലേ സെലക്ട് ചെയ്യുന്നത്, 2 വുമൺ ആൻഡ് 1 മാൻ ആണ്. ഓക്കെ, ഓർ അല്ലെങ്കിൽ പ്രോബിലിറ്റി ഓഫ് 3 വുമൺ. ഓക്കെ, ഇതെങ്ങനെ സോൾവ് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഓർ എന്ന് വന്നാൽ എപ്പോഴും നമ്മൾ പ്രോബബിലിറ്റിയിൽ ആഡ് ആണ് ചെയ്യുക. ഓർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അഡീഷൻ ആണ് നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പൊ പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് 2 വുമൺ ആൻഡ് 1 മാൻ, ആൻഡ് നമുക്കറിയാം, ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലെ? അപ്പൊ അത് നമുക്കറിയാം. പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് 2 വുമൺ ആൻഡ് 1 മാൻ എന്താണ്? 2 വുമൺ എന്ന് പറയുമ്പോൾ 3C2, ആൻഡ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലൈഡ് ബൈ 1 മാൻ എന്ന് പറയുമ്പോൾ 4C1. ഓക്കെ, ഇനി ഇവിടെ ഒരു ഓർ കിടക്കുന്നുണ്ട്. ഓർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അഡീഷൻ ചെയ്യും. അപ്പം പ്ലസ്, ഓക്കെ, പ്ലസ് 3 വുമൺ. 3 വുമൺ എന്ന് പറയുമ്പോൾ എങ്ങനെയാ ചെയ്യുക? 3C3 അല്ലെ? 3 വുമൺ എന്ന് 3 പേരെ തന്നെ സെലക്ട് ചെയ്യും. 3C3 ടോട്ടൽ ഡിവൈഡഡ് ബൈ 7C3. ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക. അപ്പോൾ 13/35 അതാണ് ഇതിലൊരു വ്യത്യാസം. അതായത് ഇവിടെ പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 2 വുമൺ എന്നാണ് ചോദിക്കുന്നത്, മിനിമം 2 വുമൺ. മിനിമം 2 വുമൺ എന്ന് പറയുമ്പോൾ 2 കേസുകളുണ്ട്. എന്തൊക്കെയാണ്? ഒന്നെങ്കിൽ പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് 2 വുമൺ ആൻഡ് 1 മാൻ, 2 ആണുങ്ങളും 2 പെണ്ണുങ്ങളും 1 ആണും, ഓർ അല്ലെങ്കിൽ 3 വുമൺ ആവുക. ഈ 2 കേസും കിട്ടിയാലും നമുക്ക് അറ്റ്ലീസ്റ്റ് 2 വുമൺ ആയി അല്ലെ? അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും, ഒന്നെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും പ്രോബിലിറ്റി സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് അത് ആഡ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഡിനോമിനേറ്റർ നമുക്ക് സെയിം ആണ് രണ്ടിന്റെ, അങ്ങനെ തന്നെ വെച്ചിട്ട് ന്യൂമറേറ്ററിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യാം? ഈ 2 വുമൺ ആൻഡ് 1 മാൻ എന്നുള്ളതിന്റെ പ്രോബിലിറ്റി മീൻസ് കോമ്പിനേഷൻ പ്ലസ് ഈ പറയുന്ന 3 വുമൺ എന്ന് പറയുന്നതിന്റെ കോമ്പിനേഷൻ. ഓക്കെ, നമുക്ക് ആൻസർ കിട്ടി. ഇതേപോലെ തന്നെ നമുക്ക് അറ്റ്ലീസ്റ്റ് 1 വുമണും സോൾവ് ചെയ്യാൻ പറ്റും. പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 വുമൺ എന്ന് പറഞ്ഞാൽ അപ്പൊ എത്ര കേസ് വരും? ഓക്കെ, പ്രോബിലിറ്റി ഓഫ് 2 വുമൺ 1 മാൻ, probability of 3 women or probability of 3 women or probability of 1 woman and 3 men. അങ്ങനെ 3 കേസ് വരും പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 വുമൺ എന്നുള്ള. ആ 3 കേസും ന്യൂമറേറ്ററിൽ സോൾവ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 7C3 ചെയ്താലും നമുക്ക് അറ്റ്ലീസ്റ്റ് 1 വുമൺ എന്നുള്ളതിന്റെ ആൻസർ കിട്ടും. പക്ഷെ അത് അതിനേക്കാൾ എളുപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ മറ്റേ പോലെ ചെയ്യുന്നതാണ്. ഇനി ലാസ്റ്റ് കേസ് എന്താണ്? അറ്റ്മോസ്റ്റ് 2 വുമൺ. അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എപ്പോഴും ഓർത്ത് വെക്കണം, അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ മാക്സിമം 2 വുമൺ, മാക്സിമം 2 എണ്ണേ പാടുള്ളൂ. അപ്പൊ 3 എണ്ണത്തിൽ മാക്സിമം 2 എന്ന് പറഞ്ഞാൽ 2ഉം 2ൽ കൂടുതലും ആവാം, സോറി 2ഉം 2ൽ കുറവുമാവാം. മാക്സിമം 2 വുമൺ എന്നേ പറയുന്നുള്ളൂ. മാക്സിമം 2 വുമൺ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ 0 വുമൺ കിട്ടാം, അതായത് 3 മെൻ ആയാലും കുഴപ്പമില്ല, അല്ലാന്നുണ്ടെങ്കിൽ 1 വുമൺ ആയാലും കുഴപ്പമില്ല, ആൻഡ് 2 മെൻ, അല്ലാന്നുണ്ടെങ്കിൽ 2ഉം വുമൺ ആവുക. ഓക്കെ, സോ പ്രോബിലിറ്റി ഓഫ് അറ്റ്മോസ്റ്റ് 2 വുമൺ എന്തൊക്കെയാണ്? പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് either 2 വുമൺ, 2 പെണ്ണുങ്ങളാവുക, ഓർ 1 വുമൺ, 1 വുമൺ ആയാലും കുഴപ്പമില്ല, മാക്സിമം 2 എന്നേ പറയുന്നുള്ളൂ, അപ്പൊ 1 ആയാലും കുഴപ്പമില്ല, ഓർ നോ വുമൺ, 1 വുമണും കിട്ടാണ്ടിരിക്കുക. അപ്പൊ അതിന്റെ പ്രോബിലിറ്റി എന്താണ്? പ്രോബിലിറ്റി ഓഫ് 2 വുമൺ എന്ന് പറഞ്ഞാൽ 2 വുമൺ ആൻഡ് ബാക്കിയുള്ള 1 മാൻ ആയിരിക്കും, ആൻഡ് 1 വുമൺ എന്ന് പറഞ്ഞാൽ 1 വുമൺ ആൻഡ് 2 മെൻ, ഓർ 3 നോ വുമൺ എന്ന് പറഞ്ഞാൽ 3 മെൻ. ഓക്കെ, ഇനി ഇത് നോർമൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോൾവ് ചെയ്യാം. 2 വുമൺ എന്ന് പറയുമ്പോൾ 2 വുമൺ ആൻഡ് 1 മാൻ എന്ന് പറഞ്ഞാൽ 3C2 ആൻഡ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലൈഡ് ബൈ 4C1, ഓർ എന്ന് പറയുന്നിടത്ത് നമ്മൾ പ്ലസ് ഇടും, പ്ലസ് 1 വുമൺ ആൻഡ് 2 മെൻ എന്ന് പറയുമ്പോൾ
എന്താ 3C1 multiplied by 4C2. ഓക്കെ, പിന്നെ പ്ലസ് 3 എന്ന് പറയുമ്പോൾ 4C3 total divided by 7C3. ഇത് ഇൻഡിവിജ്വലിയും ചെയ്യാം. എങ്ങനെ ചെയ്യാം? പ്രോബിലിറ്റി ഓഫ് ആദ്യം 2 women and 1 man പ്രോബിലിറ്റി ഇൻഡിവിജ്വലി കണ്ടുപിടിക്കാം. അതായത് 3C2 into 4C1 divided by 7C3. അത് കഴിഞ്ഞിട്ട് പ്ലസ് ഈ കേസ് ഇൻഡിവിജ്വലി ചെയ്തിട്ട് പ്ലസ് അങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കാം. ആൻസർ സെയിം തന്നെ നമുക്ക് കിട്ടാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം ഒന്ന് ഈ നോട്ട്, അതായത് പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് അറ്റ്ലീസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് നൺ ആണ്. അറ്റ്ലീസ്റ്റ് 1 എന്ന് പറയുമ്പോൾ മാത്രം കേട്ടോ, അറ്റ്ലീസ്റ്റ് 2 അറ്റ്ലീസ്റ്റ് 3 ഒന്നും പറഞ്ഞാൽ അങ്ങനെ വരില്ല. പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് അറ്റ്ലീസ്റ്റ് 1 എന്ന് പറയുന്ന കേസ് ഈസ് ഓൾവേസ് 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് നൺ. ഓക്കെ, പിന്നെ ഓർത്ത് വെക്കേണ്ട കാര്യം ഈ നോ വുമൺ അറ്റ്ലീസ്റ്റ് അറ്റ്മോസ്റ്റ് എക്സാക്ട്ലി ഇതിൻ്റെയൊക്കെ അർത്ഥമാണ്. എക്സാക്ട്ലി എന്ന് പറഞ്ഞാൽ കറക്റ്റ് എക്സാക്റ്റ് ആയിട്ട് 2, അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ മിനിമം എന്നാണ് അർത്ഥം, അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം എന്നാണ് അർത്ഥം. പിന്നെ പ്രോബബിലിറ്റിയിൽ എപ്പോഴും ഓർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എപ്പോഴും ആഡ് ചെയ്യാണ് ചെയ്യുക. ആൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്താൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും.